ബന്ധനേ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വരും. ഈ രണ്ട് ലൈൻ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ, രാത്രി വന്ന് ഇവന് വട്ടാന്ന് വിചാരിക്കുക. അതല്ല പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമസ്കാരം കൂട്ടുകാരെ എന്ന് പറയുന്നില്ല, കാരണം കൂട്ടുകാരെ വിളിച്ചിട്ടൊന്നും ഡിമാൻഡില്ല. നമസ്കാരം ഗെയ്സ്. ഈ രണ്ട് ലൈൻ പറയാനുള്ള കാര്യം കേട്ടു. ഞാനൊരു 20 വർഷം എയർഫോഴ്സിൽ സർവ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ സമയത്ത് നമുക്കിതിങ്ങനെ ഈ നേവി കട്ട് ആർമി കട്ട് എന്നൊക്കെ പറയുന്ന പോലെ സൈഡ് നന്നായിട്ട് ഒതുക്കി വെട്ടണം, മുടി മേളിൽ നിന്ന് എടുത്ത് കളയണം. റിട്ടയറായി വന്നാൽ എനിക്ക് ഒറ്റൊരു ആഗ്രഹം ഉണ്ടാകുന്നത് ഈ സാധനം വെട്ടാണ്ട് ഇങ്ങനെ കിളിക്കൂട് പോലെ കൊണ്ടു കൊടുക്കണം കുറച്ചാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് വളർത്തിയുകൊണ്ട് നമ്മൾ സിനിമ നടനെ പോലെ ഭംഗിയാവുന്ന അല്ല, സിനിമയുടെ പോട്ടെ, നോർമൽ ഇതിൽ വലിയ ഭംഗി വെക്കുന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഭംഗിയല്ല, നമുക്കുള്ള ഭംഗി ഉണ്ടാവുള്ളൂ അറിയാം. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഈ സാധനം ഒന്ന് വളർത്തി ഇതിങ്ങനെ തലയിലിടുന്നു. ഇത് വളർത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യത്തെ കമൻറ്റ് വന്നു ഭാര്യയുടെ വക, ഓ സ്പ്രിങ് പോലെയാണ് ഇത് സാധനം വളർന്നത്, കണ്ടാൽ ഇപ്പോൾ ആഫ്രിക്കക്കാരനെ പോലെയാണ്. അത് വേറെ കൊണ്ടല്ല, ഈ ആഫ്രിക്കക്കാർക്ക് പൊതുവെ ഇതുപോലെ സ്പ്രിങ് മുടിയായിരിക്കും. പിന്നെ നമ്മുടെ ഒരു കോംപ്ലക്ഷൻ ഇത് വെച്ചിട്ട് ആഫ്രിക്കക്കാർക്ക് ഇച്ചിരി കളറ് കുറഞ്ഞ ആൾക്കാരാണ്. നമ്മളും കളറ് കുറവായതുകൊണ്ട് മുടി കളറ് കുറവായപ്പോൾ, മുടി മീൻസ് സ്പ്രിങ് മുടിയും കളറും കുറവായപ്പോൾ കറക്റ്റ് നമ്മൾ ആഫ്രിക്കക്കാരെ. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച് അവൾ പറയണതിന് പുല്ല് വില കൊടുത്താൽ മതി, നമ്മൾ നമ്മുടെ ആഗ്രഹമായിട്ട് മുമ്പോട്ട് പോകാൻ വെച്ചിട്ട് ഭാര്യ പറഞ്ഞതൊക്കെ ചിരിച്ചുകൊണ്ട് കേട്ട് എന്തായാലും വളർത്താൻ തീരുമാനിച്ചു. 2 ആഴ്ചത്തെ ലീവ് കിട്ടി നാട്ടിലെത്തി. പെറ്റ തള്ളയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പോൾ തള്ളയുടെ വക ആദ്യത്തെ ഡയലോഗ്, മദർ ദ ഗ്രേറ്റ്. ഓ കണ്ടാ ഭ്രാന്തനെ പോലെ അല്ലടാ. അവിടെ തകർന്നു പോയി നമ്മുടെ ഹൃദയം. അതുപോലെ തന്നെ നമുക്ക് അമ്മയുടെ അതേ സ്ഥാനമുള്ള അമ്മയുടെ അനിയത്തി, അവിടെ ചെന്നപ്പോൾ ചിറ്റയുടെ വക ഡയലോഗ്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു വട്ടനെ പോലെ ഉണ്ടെന്ന്. എൻ്റെ പൊന്ന് ഗെയ്സ്, കുടുംബത്തിൽ പിന്നെ കണ്ടിട്ട് ഇവിടെ വന്ന് 2 ദിവസം കൊണ്ട് കണ്ട ആൾക്കാരൊക്കെ എന്തിനാ ഇങ്ങനെ വളർത്തണത്, കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കണ്ട നാട്ടുകാർ കൂട്ടുകാർ എല്ലാവരും ഇത് തന്നെ. അവസാനം ഞാനൊരു തീരുമാനം എടുത്ത്, ഈ സാധനം വളർത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം വെട്ടിക്കളഞ്ഞേക്കാന്ന് വെച്ചു. എനിക്ക് ചിരി അതൊന്നുമില്ല. ഈ വളരുന്ന ഒരു രോമത്തിൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടം നടക്കത്തില്ല. ഈ ബന്ധങ്ങളുണ്ടെങ്കിൽ നടക്കത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 ലൈൻ പാടിയത്. എന്താണ്? ബന്ധനേ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വരും. എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ കൂടായ പോലും ബന്ധനം ബന്ധനാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എന്ത് സുഖമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കായിരുന്നു. നീയൊക്കെ അനുഭവിക്കടാ, വളരാനുള്ള യോഗയില്ല, അതുകൊണ്ടാണ്. അപ്പം ശരി.